പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 3ാം മത്സരത്തിനായി ഇറങ്ങുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11ാം സീസണിലെ ആദ്യ എവേ മത്സരത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നത്. എന്നാൽ നാളത്തെ മത്സരത്തിൽ ലൂണ ഉണ്ടാകുമോ? നാളത്തെ മത്സരത്തിന് ലൂണ അവൈലബിൾ ആയിരിക്കുമോ? ഇത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്ന ഒരു ചോദ്യം. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ലൂണ നാളെ കളിക്കുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തത നമുക്കിപ്പോൾ കൈവന്ന് ചേർന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറയോടും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ ലൂണയോടും ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാളത്തെ മത്സരത്തിൽ ലൂണ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചോദ്യം. എന്നാൽ അതിന് മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: നാളത്തെ മത്സരത്തിൽ ലൂണ ഉണ്ടായാൽ ഞാൻ വളരെ അത്ഭുതപ്പെടും, അതുപോലെ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആവും. എന്നാൽ ഇപ്പോൾ ലൂണ അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നതിൽ എനിക്കിപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. നാളത്തെ മത്സരത്തിൽ ലൂണ കളിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ലൂണ ഇപ്പോൾ ചെറിയ രീതിയിൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ലൂണയെ പോലത്തെ ഒരു പ്ലെയറിനെ നമുക്ക് മധ്യനിരയിൽ അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ലൂണ നാളെ കളിക്കുമോ എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ടെന്നാണ് പരിശീലകൻ വ്യക്തമാക്കുന്നത്. ഇനി പകരക്കാരനായിട്ടോ മറ്റോ ഇനി ലൂണ ഇറങ്ങുമോ എന്നുള്ളതിൽ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി ലൂണയോടുള്ള ചോദ്യം ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാളത്തെ മത്സരത്തിൽ ഉണ്ടാകുമോ? ഇതാണ് ലൂണയോടുള്ള ചോദ്യം. അപ്പോൾ അഡ്രിയാൻ ലൂണ പറയുന്ന ഇപ്രകാരമാണ്: ഞാനിപ്പോൾ ചെറിയ രീതിയിൽ പരിശീലനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന തീരുമാനം കോച്ചിൻ്റേതാണ്. കോച്ചിൻ്റെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കണം. ഇതാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇരുവരുടെയും വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലൂണ നാളെ കളിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി പകരക്കാരനായിട്ടോ മറ്റോ ലൂണ ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണേണ്ടത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ ഇതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് വ്യക്തമാകും. എന്തായാലും നാളെയാണല്ലോ മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ലൂണ നാളത്തെ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കുമെന്ന് പരിശീലകൻ തുറന്നു പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.